വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിഷയം പാവറട്ടിയിൽ പതിറ്റാണ്ടുകളായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന 100ഓളം വ്യാപാരികൾ ഇപ്പോൾ കുടിയിറക്ക ഭീഷണിയിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലെല്ലാം നമ്മൾ അറിഞ്ഞു. ആ വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സെൻറ്റ് തോമസ് മൊനാസ്ട്രി അതല്ലെങ്കിൽ കോവേന്ത എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിന് കീഴിലുള്ള ഈ റോഡിൻ്റെ എതിർവശത്തുള്ള മൊനാസ്ട്രിയുടെ തന്നെ റോഡിൻ്റെ എതിർവശത്തുള്ള 1 ഏക്കറോളം വിശാലമായി കിടക്കുന്ന പാവറട്ടിയിലെ ഏറ്റവും കണ്ണായ സ്ഥലത്താണ് ഈ കോംപ്ലക്സ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ പല ആളുകളും കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതിൽ പല വ്യാപാരികളും പല രീതിയിൽപ്പെട്ട കച്ചവടം ചെയ്തിട്ട് വ്യാപാരികൾ ജീവിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ വാടക മാത്രമാണ് അവരിൽ നിന്ന് കോവേന്തയ്ക്ക് അല്ലെങ്കിൽ മൊനാസ്ട്രിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാവറട്ടിയിലെ മറ്റ് ബിൽഡിങ്ങുകൾ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ശരാശരി വളരെ കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിൽ നിരവധി കടകൾ വളരെ ചുരുങ്ങിയ വാടക കൊടുത്തിട്ട് അടച്ചിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് കടകൾ തുച്ഛം വാടകയായതുകൊണ്ട് അവർ കച്ചവടമൊന്നും ചെയ്യാതെ അടച്ചിട്ടതായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ചില കടകൾ അത് മൊനാസ്ട്രിക്ക് വളരെ ചുരുങ്ങിയ ഒരു വാടക നൽകി അവർ ഡെയിലി വാടകയ്ക്ക്, അതായത് മൊനാസ്ട്രിക്ക് ഒരു 1000 രൂപ, ഉദാഹരണത്തിന് ഒരു 1000 രൂപ വാടക കൊടുത്തിട്ട് അവർ ഡെയിലി 1000 അല്ലെങ്കിൽ 500 രൂപക്കാണ് ഇത്തരത്തിൽ മറ്റുള്ള ആളുകൾക്ക്, അത് സബ്ലീസാണ്, അത് ടെനൻസി കോൺട്രാക്റ്റിന് വിരുദ്ധമാണ്, അത്തരത്തിലും ചില ആളുകളൊക്കെ അതിൽ കച്ചവടം ചെയ്തതിൽ ലാഭം കൊയ്യുന്നുണ്ട്. അപ്പോൾ നേരിട്ട് വ്യാപാരം നടത്തുന്ന ആളുകളും അതേ സമയത്ത് തന്നെ ഒരുപാട് വ്യാപാരികൾ നൂറ്റാണ്ടുകളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഈ ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്ത് ഉപജീവനം പോറ്റുന്നുണ്ട്. ഉപജീവന മാർഗമായിട്ട് അവരതിൽ വ്യാപാരം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ അടുത്തുണ്ടായിട്ട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് ഈ ചുരുങ്ങിയ വാടക മാത്രം കോവേന്തയ്ക്ക് ലഭിക്കുമ്പോൾ ഇടനിലക്കാരായിട്ട് ഡെയിലി വാടക കൊടുക്കുന്ന ആളുകൾ ഈ ഇനത്തിൽ വലിയ തുകകളാണ് കൈപ്പറ്റുന്നത്. അപ്പോൾ ഇത് കോവേന്തയുടെ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാ കടക്കാരിൽ നിന്നും കാലാനുസൃതമായിട്ട് വാടക വർധന ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനെ തുടർന്ന് പല ചർച്ചകളും വ്യാപാരികളുമായിട്ട് നടത്തുകയുണ്ടായി മാനേജ്മെൻറ്റ്. എന്നാൽ അതിനിടയിൽ ഈ ചില സംഘടനകളും അത് നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയും വ്യാപാരി വ്യവസായ സമിതിയും ഉൾപ്പെടെയുള്ള വ്യാപാരികളുടെ സംഘടനകളും ചില രാഷ്ട്രീയക്കാരും അതിൽ ഇടപെടുകയും അവർ കോവേന്തയിലെ മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ച പരാജയപ്പെടാനായിട്ട് അവരുടെ ചില ഇടപെടലുകൾ കാരണമായിട്ടായത് പറയപ്പെടുന്നുണ്ട്. അതിൽ ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുള്ള ചില ആളുകളിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ചില ആളുകളും ബ്രോക്കർമാരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരെ കൂട്ടുപിടിച്ചിട്ടാണ് വ്യാപാരികൾ കോവേന്തയിലെ മാനേജ്മെൻറ്റുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറെടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെയും വ്യാപാര സംഘടനകളെയും കൂട്ടായ ശ്രമഫലമായിട്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് പകരമായിട്ട് കോവേന്തയുടെ തന്നെ സ്കൂളിൻ്റെ ബിൽഡിങ്ങിലുള്ള ആ മൈതാനത്ത് മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടി, അതായത് ഇപ്പോഴത്തെ നവകേരള സദസ്സ് നടന്നപ്പോൾ തികച്ചും മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അധികാരമില്ല എന്ന് വ്യക്തമായിരിക്കെ ഇത് കോടതികളെ സമീപിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സിവിൽ കേസുകളെല്ലാം കൈകാര്യം ചെയ്ത് വാടക കരാറുകളെല്ലാം അതെല്ലാം ഉത്തമ ബോധ്യമുണ്ടായിരിക്കെ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ നവകേരള സദസ്സിലെ വ്യാപാരികളുടെ നേതാക്കളും കോവേന്തയിലെ മാനേജറായിട്ടുള്ള പ്രിയോരച്ചനെതിരെ പരാതി നൽകുകയും ഇത് പത്രങ്ങളിലെല്ലാം അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ പ്രിയോരച്ചനെയും സമൂഹത്തിന് മുന്നിൽ വളരെയധികം മാനക്കേടുണ്ടാക്കിയതായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിൽ ഇത്തരത്തിൽ മാനേജ്മെൻറ്റിനെതിരായിട്ട് പരാതി നൽകിയതിന് ശേഷമാണ് ഈ വ്യാപാരികളും അതുപോലെ തന്നെ ഈ കോവേന്തയിലെ മാനേജ്മെൻറ്റും തമ്മിലുള്ള ബന്ധങ്ങളിൽ സാരമായ വിള്ളലുണ്ടായത്. രമ്യമായ ചർച്ചകളിലൂടെ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതിന് പകരം കോവേന്തയിലെ മാനേജ്മെൻറ്റിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വ്യാപാരി സംഘടനയിലും ചില നേതാക്കളെ വിഷയത്തിൽ നിലപാടെടുത്തതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയമായിട്ട് ഒരു വിഭാഗം വ്യാപാരികൾ ഉയർത്തിക്കാട്ടുന്നത്. അതാണ് ഇപ്പോൾ ഈ വിഷയം ഇത്രയും വഷളാവാനുള്ള പ്രധാന കാരണമായിട്ട് വിലയിരുത്തുന്നത്. പാവറട്ടിയിലെ ചില മുതിർന്ന ആളുകളുടെ ഭാഷയിൽ ഇതിനെ പറയുമ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്നും
തേനെടുക്കുന്നത് ശ്രദ്ധാപൂർവം അതിനെ പുകച്ച് തേനീച്ചയെ മയക്കിയിട്ടാണ്. അല്ലാതെ തേനീച്ചക്കൂട്ടിൽ വടിയെടുത്ത് കുത്തി ഓടിച്ച് തേനീച്ചകളെ ഓടിച്ചിട്ട് ആരും തന്നെ തേനെടുക്കാൻ മുതിരാറില്ല. അതേപോലെ ഇതിന് സമാനമായ രീതിയിലാണ് ഇരു വ്യാപാര സംഘടനകളും കൂടിയിട്ട് പ്രിയോരച്ചനെതിരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതും അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയം വളരെ വഷളാവാനുള്ള കാരണമായിട്ട് പഴയ ആളുകളുടെ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് ഇത്തരത്തിലാണ് അവർ അത് വിലയിരുത്തുന്നത്. അടഞ്ഞു കിടക്കുന്ന മുറികൾക്ക് മാത്രം അത് ഈ മദ്യത്തിനും സിഗരറ്റിനും എല്ലാം ടാക്സ് വാങ്ങുന്നത് പോലെ വൻ നിരക്ക് ഈടാക്കുകയും ഇടനിലക്കാരായിട്ട് മേൽവാടക കൊടുത്ത് ലാഭം കൊയ്യുന്ന ആളുകളിൽ നിന്ന് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അടഞ്ഞു കിടക്കുന്ന റൂമുകളിലേക്കാൾ കുറച്ച് കുറഞ്ഞ നിരക്കിൽ അവരിൽ നിന്ന് വാടക ഈടാക്കുകയും നേരിട്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അനുഭാവപൂർവ്വം കാലഘട്ടത്തിനനുസരിച്ചുള്ള വർധനയും നടപ്പാക്കി വളരെ രമ്യമായി പരിഹരിക്കേണ്ടിയിരുന്ന ഒരു വിഷയം ആരുടെ എല്ലാം പിടിവാശി മൂലമാണ് ഇത്തരത്തിൽ വഷളായതെന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും മുന്നിൽ ബാക്കി നിൽക്കുന്നത്. ആശുപത്രി ക്വാർട്ടേഴ്സിൽ നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയുടെ പുതിയ കെട്ടിടത്തിൽ വ്യാപാരികളെ കൂട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചില ആളുകൾ ഈ സംഘടനയിൽ തന്നെ ചില ആളുകൾ കളിച്ചതായിട്ടാണ് ചില വ്യാപാരികളും നാട്ടുകാരും ഇത്തരത്തിൽ അവകാശപ്പെടുന്നത്. അതിന് കാരണം ഇരു വ്യാപാരി സംഘടനയെ ഒത്തുകളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രംഗം എത്ര വശയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പള്ളിയുടെ പള്ളി കെട്ടിടത്തിൻ്റെ ചുമതലയുള്ള പഴയ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി ഇടയ്ക്കിടെ ഇരു വ്യാപാരി സംഘടനയിലെ നേതാക്കളുമായിട്ട് രഹസ്യമായി ചർച്ച നടത്തുന്നത് ഇതിനുള്ള വ്യക്തമായ തെളിവായിട്ട് വ്യാപാരികളും കച്ചവടക്കാരും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരം ഇടനിലക്കാരുടെ അല്ലെങ്കിൽ ബ്രോക്കർമാരുടെ വലയിൽ വീഴാതെ വ്യാപാരികൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വാടക വർധനം ആവശ്യപ്പെട്ട് കോവേന്ത അധികാരികൾ കോടതിയെ സമീപിച്ചാൽ മാത്രമാണ് വ്യാപാരികൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു 5 or 10 അതല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്കോ മറ്റോ കേസ് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരു വ്യാപാരി സംഘടനയിൽപ്പെട്ട ചില വ്യാപാരികൾ പള്ളി കോമ്പൗണ്ടിനുള്ളിൽ അതിക്രമിച്ച് കയറിയിട്ട് പ്രിയോരച്ചൻ്റെ ഓഫീസിലേക്ക് കയറുകയും പള്ളി കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് മുദ്രാവാക്യം മുഴക്കുകയും കൂട്ടത്തിലുള്ള ഏതോ ഒരു വ്യക്തി പ്രിയോരച്ചനെ എടാ പോടാ എന്ന നിലയിൽ ആക്രോശിക്കുകയും ചെയ്തതാണ് രംഗം കൈവിട്ടു പോകാനായിട്ട് കാരണമായിട്ട് പറയുന്നത്. ഇതേ തുടർന്ന് പ്രിയോരച്ചൻ കെട്ടിടം മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കുവാനും 100 കോടിയോളം രൂപ ചിലവിട്ട് അവിടെ ആശുപത്രിയോ അല്ലെങ്കിൽ കോളേജോ വരുന്നതായിട്ടാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. വാങ്ങുന്ന ആൾ ഈ സ്ഥലത്തുള്ള സ്ഥാപനങ്ങളും അതുപോലെ ആളുകളെയും ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു റിട്ട് അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സാമഗ്രികൾ മാറ്റാനുള്ള സാവകാശം മാത്രമാണ് വ്യാപാരികൾ ലഭിക്കുക എന്നാണ് നിയമവിദഗ്ധരായുള്ള പല ആളുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പള്ളി കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കടന്ന് അച്ഛനെ എടാ പോടാ എന്ന് ആക്രോശിച്ചത് ഏത് സംഘടനയുടെ എത്ര വലിയ നേതാവാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പരനാറി എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ലോഹയിട്ട ഒരു അച്ഛനെതിരെ അപമര്യാദയായിട്ട് പെരുമാറിയതിന് അത് എത്ര ഉന്നതനാണെങ്കിലും അയാളെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കേണ്ടത് ഇരു സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമാണ് ഇത്രയും വഷളായിരിക്കുന്ന വിഷയത്തിന് ചെറിയ രീതിയിലെങ്കിലും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് പറഞ്ഞത് നാട്ടുകാരിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും കുടിയിറക്ക് ഭീഷണി നേരിടുന്ന വ്യാപാരികളുടെ പ്രയാസങ്ങൾ ഒരു വ്യാപാരി എന്ന നിലയിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ എല്ലാ സംഘടനകളിലും നമുക്ക് അവർക്കൊപ്പം കൂടാം. അവർക്ക് നിയമപരമായും അതുപോലെ തന്നെ മറ്റു രീതിയിലും എന്തെല്ലാം സഹായങ്ങൾ വ്യാപാരികളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം എന്നും വ്യാപാരി സമൂഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് ചില വ്യാപാരി സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ചില പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യമുള്ള ദൃശ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ. ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ സെൻറ് തോമസ് ആശ്രമത്തിൻ്റെ അധിപൻ ഇതിന് മുന്നിട്ടിറങ്ങണം, ഇതിന് കൃത്യമായ മറുപടി നൽകണം. ഇവിടുത്തെ വ്യാപാരികൾക്ക് വളരെ ഭീമമായൊരു നഷ്ടം സംഭവിക്കുന്ന തരത്തിൽ ഇവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ പല വ്യാപാരികളും വ്യാപാര കമ്മി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ പാവറട്ടിയിലെ ഈ സാംസ്കാരിക രംഗത്തുള്ള ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ വളർന്നു വരുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ സംഭവിക്കാതിരിക്കാൻ എല്ലാ വിഭാഗം ആളുകളും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സെൻറ് തോമസ് കോംപ്ലക്സിലെ വ്യാപാരികളോട് വാടക വർധനവിൻ്റെ പേരും പറഞ്ഞ് വ്യാപാരികളെയും അതിലെ ജീവനക്കാരെയും
വഴിയാധാരമാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഗോവേൻ്റെ ഭാഗത്തു നിന്ന് അത് കെട്ടിട ഉടമയുടെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിനും രൂപ ഓരോ കടക്കാരും ചെലവിട്ട് അവരുടെ വ്യാപാരം 25-30 കൊല്ലം നടത്തി വന്നിരുന്ന ആ വ്യാപാരികളെ യാതൊരു കാരണവും കൂടാതെ വാടക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. വാടക വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ചിട്ടുള്ളതും കൂടിയാണ്. പക്ഷേ അതിനൊന്നും ശരിയായ രീതിയിലൊരു നടപടിയെടുക്കാതെ അവർ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വിറ്റ് അതിൻ്റെ ലാഭം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വാങ്ങിക്കുന്ന വ്യക്തികൾ ഇത് എല്ലാ സ്ഥാപനങ്ങളും പൊളിച്ചു കളഞ്ഞ് അവരുടേതായിട്ടുള്ള രീതിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യാപാരികൾക്കും അവരുടെ വ്യാപാര സ്ഥാപനം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. ഇത് പറയാൻ ഇന്ന് പ്രിയോറിച്ചനെ കണ്ട് സംസാരിക്കാൻ ഇവിടെ വന്നപ്പോൾ പ്രിയോറിച്ചൻ അതിനൊന്നും കേൾക്കാതെ തന്നെ വളരെ ഞങ്ങളെല്ലാവരും ഒരു അവഹേളിച്ച രീതിയിൽ ഇവിടുന്ന് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് വളരെയധികം ഖേദമുണ്ട്. ഇതിൽ നടപടിയെടുക്കാൻ എത്രയും പെട്ടെന്ന് റോഷാൾ ഹൗസും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും മുന്നോട്ട് വരണമെന്നും നല്ല രീതിയിൽ ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ ഈ കാര്യങ്ങൾ തീരുമാനത്തിലെത്തി ഇവിടെ വ്യാപാരം നടത്തിക്കൊണ്ടുള്ള ഒരു അവസരം വ്യാപാരി വ്യവസായി സമിതിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരിക്കും വ്യാപാരിക്കും സിന്ദാബാദ് വ്യാപാരിക്കും സിന്ദാബാദ് വ്യാപാരിക്കും സിന്ദാബാദ് വ്യാപാരിക്കും സിന്ദാബാദ്